ഹമാസ് ഗസയിൽ ഇസ്രായേലി സൈന്യത്തെ നിർത്തിപ്പൊരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ നിരവധി മർക്കോവ ടാങ്കുകൾ അവർ നശിപ്പിച്ചു എന്നുള്ള വാർത്ത വരുന്നു. മാത്രമല്ല, വലിയ തരത്തിലുള്ള റോക്കറ്റ് ആക്രമണം ഇസ്രായേലിന് എതിരെ ഹമാസ് നടത്തുന്നു. അവസാന ലാപ്പിൽ ഇസ്രായേലിന് IDF തിരിച്ചടി നേരിടുന്നു. ഇസ്രായേലിൻ്റെ സൈനിക കോൺവോയെ ഗസയിൽ ഹമാസ് ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം അൽക്കാസിം ബ്രിഗേഡിയർ പുറത്തുവിട്ടിരിക്കുന്നു. ഏതായാലും ഈസ്റ്റേൺ റഫയിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി ഇസ്രായേലിന് ലഭിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഹമാസ് പറയുന്നതനുസരിച്ച് 4 ഇസ്രായേലിൻ്റെ മർക്കോവ ടാങ്കുകൾ ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഗസയിൽ കാര്യങ്ങൾ ഇസ്രായേൽ വിചാരിക്കുന്നത് പോലെ അല്ല എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മർക്കോവ ടാങ്കുകൾ വെസ്റ്റ് ജബാലിയയിലും ഇസ്രായേലി സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മർക്കോവ ടാങ്കുകൾ അവിടെയും തകർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി ഓരോ ദിവസവും ഇസ്രായേലിന് ഹമാസിൽ നിന്ന് ലഭിക്കുന്നു. മാത്രമല്ല, നെറ്റ്വിയോട്ട് സദേൺ ഇസ്രായേലിലെ പ്രദേശമാണ്. അതിൽ Q-18 മിസൈൽ ആക്രമണം അവിടെ ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയിരിക്കുന്നു. ഹമാസിൻ്റെ ശക്തി ഇപ്പോഴും ക്ഷയിച്ചിട്ടില്ല. ഏതാണ്ട് 25,000-ഓളം സൈനികർ ഹമാസിന് വേണ്ടി ഇപ്പോഴും ഗസയിൽ നിരന്തരമായിട്ടുള്ള യുദ്ധം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ തിരിച്ചടിയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്രായേലി സൈന്യം വലിയ തിരിച്ചടി ഗസയിൽ നേരിടുന്നു. ഇസ്രായേലി സൈന്യത്തിന് വലിയ തിരിച്ചടി ഗസയിൽ ഉണ്ടാകുന്നു. ഹമാസ് വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ അവിടെ നടത്തുന്നു. അതിനിടയിലും ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. 28ഓളം പലസ്തീൻകാർ ഇന്നും അവിടെ വധിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. തിരിച്ചടികൾക്ക് ഇടയിലും ഹമാസ് ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹമാസിനെ ആക്രമിക്കാൻ IDF സാധിക്കുന്നില്ല. IDF സാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ആക്രമിക്കാൻ മാത്രമാണ് എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും യുദ്ധം 1 വർഷം പിന്നിടുമ്പോഴും IDF ഗസയിൽ തിരിച്ചടിയാണ് നേരിടുന്നത് എന്നുള്ളത് വ്യക്തമാണ്.